കഴിഞ്ഞ തവണ പാലായിൽ നിന്നും ജോസ് കെ മാണിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് അപ്രതീക്ഷിത ആഘാതമായിരുന്നു. മാണി സി കാപ്പനിൽ നിന്നും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നില്ലായിരുന്നുവെങ്കിൽ ജോസ് കെ മാണി മന്ത്രിയാകുമായിരുന്നു. അത്തരം സാഹചര്യം ഉണ്ടാക്കാത്ത വിധത്തിൽ വിദഗ്ധമായ നീക്കങ്ങളാണ് ജോസ് കെ മാണിയും കൂട്ടരും നടത്തുന്നത്. ജോസ് കെ മാണി പാലായിൽ തന്നെ വീണ്ടും മത്സരിക്കണമെന്ന ആവശ്യമാണ് ഇടതുമുന്നണിക്കുള്ളത്. മണ്ഡലത്തിലെ അടിയൊഴുക്കുകൾ ഇക്കുറി ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്ന വിലയിരുത്തലാണ് അവർക്കുള്ളത്. മാണി കേരള കോൺഗ്രസ് നേതാക്കൾക്കും അതേ അഭിപ്രായമാണ്. അതേസമയം പാലായ്ക്ക് പുറമെ സുരക്ഷിത മണ്ഡലമായി കടുത്തുരുത്തി കൂടി ഇവർ പരിഗണിക്കുന്നുണ്ട്. എന്നാൽ പാലായിൽ നിന്ന് മാറി കടുത്തുരുത്തിയിലേക്ക് മാറിയാൽ രാഷ്ട്രീയ ഒളിച്ചോട്ടമെന്ന് വിലയിരുത്തുമോ എന്ന ഭീതിയും നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പാലായിൽ ജോസ് കെ മാണി മത്സരിക്കണമെന്ന ആവശ്യത്തിന് തന്നെയാണ് മുൻതൂക്കമുള്ളത്. കഴിഞ്ഞ തവണ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തിയ UDFിലെ മാണി സി കാപ്പൻ ഇതിനോടകം പാലാ മണ്ഡലത്തിൽ പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പാലായിൽ വരാനിരിക്കുന്നത് കഴിഞ്ഞ തവണയുടെ തനിയാവർത്തനമാകുമെന്ന നിലയിലാണ് വസ്തുതകളുടെ പോക്ക്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം ലഭിക്കുകയും ജോസ് കെ മാണി വിജയിക്കുകയും ചെയ്താൽ പ്രധാനപ്പെട്ട ഒരു മന്ത്രിസ്ഥാനി ലഭിക്കുമെന്നത് ഉറപ്പാണ്.